അമ്മേ, ഇന്നലെ രാത്രി അമ്മ ഇവിടെ വന്നിരുന്നു. അല്ല, ഞാൻ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ചോദിച്ചു കേട്ടില്ലേ ഞാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോന്ന്? നീ എന്തൊക്കെ പറഞ്ഞെന്ന് നിനക്കറിയില്ലേ? ഓ, അപ്പൊ ഞാൻ സംശയിച്ച പോലെ തന്നെ. ഞാനിപ്പോ രഹസ്യങ്ങളില്ലാത്തവനായി മാറിയല്ലേ? അല്ല, ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോന്നെ? ഇതുവരെ ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനി പറയും. അമ്മ ഇനി എന്ത് ചെയ്യാൻ പോവാ? ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത് അമ്മയെന്ന്. അതിനുള്ള അർഹത നിനക്കില്ല. നിന്റെ കൂടെ എല്ലാത്തിനും കൂട്ടുനിന്നെന്റെ ശിക്ഷയാ എനിക്ക് കിട്ടിയത്. ഇനിയില്ല. ഞാനിപ്പോ എന്താ വേണ്ട? എനിക്കൊന്നും വേണ്ട. ചോദിച്ചാലും തിരിച്ചു തരാൻ നിനക്ക് പറ്റില്ലല്ലോ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇന്നലെ നീ പറഞ്ഞത് മുഴുവൻ ഞാൻ പറയേണ്ടവരോട് പറഞ്ഞിരിക്കും. അതിനെല്ലാം നീ എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും. നോക്കിക്കോ. അമ്മേ, വെറുതെ മണ്ടത്തരൊന്നും കാണിക്കല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും കാലം നിന്റെ കൂടെ നിന്നത് അതാ ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. ഇനി ഞാൻ ആ തെറ്റ് ആവർത്തിക്കില്ല. എല്ലാം ഞാൻ തിരുത്താൻ പോവുക. ഇനി നിന്നെ വച്ചോണ്ടിരിക്കാൻ പാടില്ല. നിങ്ങൾ ആരോട് എന്ത് എന്ന് പറഞ്ഞാലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് തെളിവ് വേണ്ടേ? നിന്നെ നുണപരിശോധന നടത്തിയാൽ മതിയല്ലോ. തെളിവായില്ലേ? ആഹാ, അപ്പോ അത്രയും വരെ ചിന്തിച്ചു. എന്നാലേ ഒരു സത്യം മനസ്സിലാക്കണം. അമ്മ ഒരു മാനസിക രോഗിയായിരുന്നു ഒരു കാലത്ത്, അറിയാമല്ലോ. എനിക്കറിയാം. നിനക്ക് ചെയ്യാൻ പറ്റണതെല്ലാം നീ ചെയ്തോ. എനിക്ക് ചെയ്യാൻ പറ്റണതെല്ലാം ഞാനും ചെയ്യും. ജനിപ്പിച്ചാൽ മാത്രം പോരാ, നല്ലപോലെ വളർത്തേയും വേണം മക്കളെ. മക്കളെ നിലയ്ക്ക് നിർത്തണം. അത് അമ്മമാരുടെ ചുമതലയാ. ഞാനതങ്ങ് ചെയ്യാൻ പോവാ. തീരുമാനിച്ചു. തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. ഇല്ല. ഞാനും അമ്മയുടെ മകനാ. നീ മകനല്ല, നീ ശത്രുവാ. എന്റെ മാത്രമല്ല, പലരുടെയും ശത്രു. നീ നശിക്കണം. അങ്ങനൊന്നും പറയല്ലേ അമ്മേ, ഞാനൊരു പാവല്ലേ. ഒരാളെ ബോധം കെടുത്താനുള്ള മരുന്ന് എപ്പോഴും കരുതാറുള്ളതെന്നല്ല. അവിടെ കിടക്ക. എനിക്കറിയാം ഇനി എന്ത് ചെയ്യണമെന്ന്. മോട്ടോർ കേടാന്ന് തോന്നുന്നു. ടാങ്കിന്ന് വെള്ളം വരുന്നില്ല. ടാങ്കിന്ന് വെള്ളം വരാത്തല്ല, ഞാൻ മനഃപൂർവ്വം വരുത്താത്തതാ. ബോർവെല്ലും ടാങ്കും ഒക്കെ എന്റെ ഭാഗത്താ ഇരിക്കുന്നേന്ന് അറിയാലോ. അതുകൊണ്ട് മേലാൽ അത് ഉപയോഗിക്കണ്ട. ഇത് ക്രൂരതയാണ് മോളെ. ആണ്.
അതിലും ക്രൂരമായ കാര്യമാ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഈ കുടവുമായിട്ട് ഇങ്ങോട്ട് വന്നത് കിണറ്റിന്ന് വെള്ളം കോരി എടുക്കാനല്ലേ? അത് നടക്കില്ല. ഞാൻ തടയും. കാരണം കിണറും എന്റെ ഭാഗത്ത് തന്നെ ഉള്ളതാ. ഇതിലെ വെള്ളം മറ്റൊരാൾക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ മറ്റൊരാളാണോ മോളെ? പണ്ടല്ലായിരുന്നു, ഇപ്പൊ ആണ്. എന്ന് മുതൽ എന്റെ ഇഷ്ടങ്ങൾക്ക് നിങ്ങൾ എതിരെ നിന്ന് തുടങ്ങിയോ, അന്നു മുതൽ നിങ്ങൾ എന്റെ ശത്രു ആവാനും തുടങ്ങി. ഇപ്പൊ എനിക്ക് നിങ്ങളോട് ഒട്ടും സ്നേഹമില്ല. എന്റെ ജീവിതം നശിപ്പിച്ച ആളായിട്ടാ ഞാൻ നിങ്ങളെ ഇപ്പൊ കാണുന്നേ. നീ എങ്ങനെ വേണേലും കണ്ടോ, അതല്ലല്ലോ സത്യം. സത്യം നുണയൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഭാഗം കഴിഞ്ഞു, ഇനി നമ്മള് രണ്ടാ. ബന്ധം പറഞ്ഞു വന്നാലൊന്നും എന്റെ മനസ്സിളകാൻ പോകുന്നില്ല. കുടിവെള്ളം തടയുന്നത് പാവാ, ദൈവദോഷം കിട്ടും. ഞാനങ്ങ് സഹിച്ചെന്നേ. ദൈവം എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോട്ടെ, സഹിക്കാൻ ഞാൻ തയ്യാറാ. കല്യാണ വേഷത്തിൽ വന്ന എനിക്ക് നിങ്ങളെ തന്ന സമ്മാനം ഓർമ്മയുണ്ടല്ലോ. താലി കെട്ടാൻ വന്ന ആളെ ജയിലിലേക്ക് അയച്ചു. അതിലും വലിയ പാപം വേറെ ഉണ്ടോ? അത് പാപമല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന ഒന്നും പാപമല്ല. അധിക നേരം ഇവിടെ നിന്ന് സമയം കളയണ്ട. പോയി വേറെ എവിടെന്നെങ്കിലും വെള്ളം എടുക്കാൻ നോക്ക്. ഇത്ര മനസാക്ഷി ഇല്ലാത്തവളാണ് നീയെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ ഞാൻ വളർത്തില്ലായിരുന്നു. ഓ, എന്റെ സങ്കടം ഈശ്വരൻ കാണുന്നുണ്ട്. ഈശ്വരൻ ചോദിച്ചോളും നിന്നോട്. ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ. തങ്കച്ചി അങ്ങനെയാ, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. ഈ ഭാഗമല്ലേ നിനക്ക് കിട്ടിയത്? അതെ. അപ്പോ ഈ ഭാഗമാണ് നീ വിൽക്കാൻ പോകുന്നത്. അതെ. രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ ആ വിവരം നീ എന്നെ അറിയിക്കണം. ഈ ഭൂമി വേറെ ആർക്കും കൊടുക്കണ്ട, ഞാൻ എടുത്തോളാം. അത് പേടിക്കൊന്നും വേണ്ട. പുറത്ത് കിട്ടുന്നതിനേക്കാളും കൂടുതലായിരിക്കും ഞാൻ തരുന്ന വില. നിനക്കൊരിക്കലും ഒരു നഷ്ടവും സംഭവിക്കില്ല. വലിയ ഉപകാരം തങ്കച്ചി. എത്രയും പെട്ടെന്ന് കച്ചവടം, അതാ എൻ്റെ ഒരു രീതി. കുറച്ച് സാവകാശം തരണം.